പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ പിണറായി സർക്കാരിൻ്റെ സ്വപ്നം പൂവണിയുകയാണ്. അല്ലെങ്കിൽ CPMൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അതായത് മലയാളികളെ സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ട് പാലക്കാട്ടെ മേനോൻ പാറയിൽ മലബാർ ഡിസ്റ്റിലറീസിൽ ജവാൻ മദ്യത്തിൻ്റെ ഉൽപ്പാദനം തുടങ്ങാൻ പോവുകയാണ് കേരള സർക്കാർ. ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 7-ാം തീയതി രാവിലെ 11:30 മന്ത്രി MB രാജേഷ് ഈ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. സന്തോഷം പങ്കുവയ്ക്കാൻ മുഴുവൻ മലയാളികളോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മദ്യവിരുദ്ധ സർക്കാർ. അതായത് ജവാൻ മദ്യമെന്ന് സർക്കാർ ആഘോഷിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ മദ്യമാണ്, സ്പിരിറ്റും കളറും. 2024 ജൂലൈയിലാണ് മലബാർ ഡിസ്റ്റിലറീസിൽ ജവാൻ മദ്യോൽപാദനത്തിന് ഭരണ അനുമതി ലഭിച്ചത്. 2025 മാർച്ചിൽ സാങ്കേതിക അനുമതിയും ലഭിച്ചു. 5 ലൈൻ ബോട്ട്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ബീവറേജ് കോർപ്പറേഷൻ 25 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 29.5 കോടി രൂപയുടെ പദ്ധതിയിൽ തുടക്കത്തിൽ 15 കോടി മുടക്കാനാണ് ബീവറേജ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തെ സമ്പൂർണ്ണ മദ്യത്തിൽ മുക്കാനുള്ള പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. 3 പൂർണ്ണ ഓട്ടോമാറ്റിക് ബോട്ട്ലിംഗ് ലൈനിൽ ദിവസേന 12,500 കേസ് വരെ മദ്യം ഉൽപ്പാദിപ്പിക്കാമെന്നാണ് പദ്ധതിയിലുള്ളത്. ഇതിനായി പരമാവധി 25,000 ലിറ്റർ വെള്ളമാണ് അതിന് കണക്കാക്കുന്നത് സർക്കാർ. അതായത് മലയാളികളെ ചാത്തൻ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ഉൽപ്പാദിപ്പിക്കുകയും അതിനായി ജലചൂഷണം നടത്തുകയും ചെയ്യുന്നു എന്നർത്ഥം. അതിങ്ങനെയാണ്: ഇരുഭാഗങ്ങളിൽ നിന്നുമുള്ള പുഴകളിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത തരത്തിലുള്ള വെള്ളം കൊണ്ടുവന്ന് മേനോൻ പാറയിലെ കമ്പനി പരിസരത്തെ സംഭരണിയിൽ എത്തിച്ച് അത് ശുദ്ധീകരിക്കാനുള്ളൊരു സമാന്തര പദ്ധതി ജല അതോറിറ്റിയും തയ്യാറാക്കിയിട്ടുണ്ട്. ശുദ്ധീകരിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതൊക്കെ വെറുതെ ഒരു അലങ്കാരത്തിന് പറയുന്നതാകാനാണ് സാധ്യത. ഏതായാലും വിഷം നൽകുന്നു, അതിനൊപ്പം വെള്ളം ശുദ്ധീകരിക്കണമെന്ന് ആർക്കും നിർബന്ധവും ഉണ്ടാകില്ല. അതായത് ഇത് CPMൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയാൻ കാരണം 2009 ജൂണിലാണ് ഷുഗർ ഫാക്ടറിയുടെ മേനോൻ പാറയിലെ സ്ഥലത്ത് മലബാർ ഡിസ്റ്റിലറീസ് സ്ഥാപിക്കുന്നത്. അന്ന് ഇവിടെ ഭരിക്കുന്നത് CPM ആയിരുന്നു. എന്ത് തന്നെയായാലും മദ്യം ഒഴുക്കണം എന്നായിരുന്നു CPM കരുതിയിരുന്നത്. അതുവഴി വരുന്ന പണം അടിച്ചെടുക്കാമെന്നും ചിലർ ധരിച്ചു കാണും. അല്ലെങ്കിൽ മദ്യവ്യവസായത്തിന് ഇത്ര താല്പര്യം ഒരു സർക്കാരും കാണിച്ചിട്ടില്ല ഇതുവരെ. അതുപ്രകാരം ബീവറേജ് കോർപ്പറേഷന് കീഴിൽ 10 ലൈൻ ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നു. എങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 2018 അത് ഒഴിവാക്കുകയായിരുന്നു. അന്നും ഭരിക്കുന്നത് ഇതേ CPM, ഇതേ പിണറായി. ഇപ്പോൾ 2024 അനുമതി ലഭിക്കുമ്പോഴും അനുമതി നൽകുമ്പോഴും ഒക്കെ CPM തന്നെ ഭരിക്കുന്നു. ഇതാ 25 ഉദ്ഘാടനം ചെയ്യുമ്പോഴും എല്ലാം CPM തന്നെയാണ് കേരളം ഭരിക്കുന്നത്. എന്നിട്ടും പറയുന്നത് പിണറായി സർക്കാർ മദ്യവിരുദ്ധ സർക്കാർ ആണെന്നതാണ്. അതായത് അല്പം മാനവും മര്യാദയും ഉണ്ടെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് ഇവർ എങ്ങനെ നോക്കും എന്നുള്ളതാണ് അറിയാത്തത്. ഏതായാലും 7-ാം തീയതി സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതോടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന സ്വപ്നങ്ങളും പൂവണിഞ്ഞു എന്ന് പറയാം. ഒരു കാര്യം മറക്കണ്ട, ഇതേ കള്ളത്തരങ്ങളും കൊണ്ട് നടന്ന ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ ജനങ്ങൾ വലിച്ച് താഴെയിട്ടതും മദ്യനയം ഒന്നുകൊണ്ട് തന്നെയാണ്.